DYFI പ്രവർത്തകനായിട്ടുള്ള അതും ഒരു അധ്യാപകൻ, കുട്ടികൾക്കും അതുപോലെ നാട്ടുകാർക്കും മാതൃകയാകേണ്ട ഒരു അധ്യാപകൻ തന്നെയാണ് ഈ കൊടും ചതി ചെയ്തത് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നതോടുകൂടി ഇപ്പൊ എന്റെ അന്വേഷണങ്ങളും പ്രതികരണങ്ങളും ഒക്കെ സ്തംഭിച്ചിരിക്കുക. അന്ന് എന്തായിരുന്നു ആവേശം? പ്രതിയെ തിരിച്ചറിയും മുമ്പേ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഇന്ന ആളാണെന്നങ്ങ് പാർട്ടികൾ തന്നെ അങ്ങ് കണ്ടെത്തുകയാണ്. അവർ തന്നെ FIR അങ്ങ് സമർപ്പിക്കും. ശ്രീരാജേന്ദ്രൻ, കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധ നേടിയ പ്രയോഗമാണ് താഹിർ പ്രയോഗം. എന്നാൽ കേരളത്തിലെ ഇടത് സർക്കാരിനെയും CPM പാർട്ടിയും വെട്ടിലാക്കിക്കൊണ്ട് അതിൽ ഈ താഹിർ പ്രയോഗത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിരിക്കുന്നത് CPM സൈബർ സംഘങ്ങളാണെന്ന്. KT ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞു, CPMലെ സൈബർ സംഘം ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ, ശൈലജ ടീച്ചർ പറഞ്ഞു തന്നെയാണ് ശരി. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പത്രക്കാരോട് ശൈലജ ടീച്ചർ വളരെ വികാരഭരിതയായി, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു പ്രയോഗം കേൾക്കേണ്ടി വരുന്നിട്ടില്ല, ഇതെന്താണിതെന്ന് പറഞ്ഞ് അവർ കണ്ണു നിറഞ്ഞുകൊണ്ടാണ്, ഒരു സ്ത്രീ ഹൃദയത്തിന്റെ വിങ്ങൽ ആ കണ്ണുകളിലെ കണ്ണുനീരിൽ പ്രകടമായിട്ടുണ്ടായി. അങ്ങനെയാണ് അവർ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു CPM കേഡർ എന്നുള്ള നിലയിലല്ല, അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയിലോ മുൻ മന്ത്രി എന്നുള്ള നിലയിലോ അല്ല പ്രതികരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. 70% ഹിന്ദുക്കളും അതുപോലെ 30% മുസ്ലിങ്ങളുമുള്ള വടകര എന്ന് പറയുന്ന ആ മണ്ഡലത്തില് അവിടെ ഒരു തരത്തിലുള്ള വർഗീയ വൈരങ്ങളും ഉണ്ടാവാറില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കാനും വിജയിക്കാറില്ല. അപ്പോഴാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ കാഫിർ എന്നൊരു പോസ്റ്റർ ഉണ്ടാവുന്നത്. ഈ കാഫിർ എന്നുള്ള പോസ്റ്റർ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിലെ റാബിഷ് എന്നുള്ള ഒരു റബ്ബിഷ് പോസ്റ്റാണത്. റബ്ബിഷ് ആയിട്ടുള്ള പോസ്റ്റ് നമുക്ക് റബ്ബിഷ് ആയിട്ട് തന്നെ കരുതേണ്ടി വരും എന്നുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഈ റബ്ബിഷ് ആയിട്ടുള്ള പോസ്റ്റിന് പിന്നാലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വികാരം എല്ലാം കൂടെ കേന്ദ്രീകരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അത് അവഗണിച്ച് അപ്പോഴേ തള്ളേണ്ട ഒരു കാര്യമായിരുന്നു. വർഗീയ വികാരത്തിന് ആളിപ്പടരുന്ന വിധത്തിൽ അത് അങ്ങോട്ട് വാദങ്ങളായി, ആരാണ് ഏതാണ് എന്നുള്ള വികാരങ്ങളായി, ആരാണിത് ചെയ്തത്, തെറ്റ് ചെയ്തത്. അപ്പോൾ ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടും ഗുസ്തിയായിട്ടും അത് മാറുകയാണ് ഉണ്ടായത്. എന്തായാലും അത് ആ കുറ്റം ആരോപിക്കപ്പെട്ട ആ മുസ്ലിം ലീഗിന്റെ ആള് വളരെയധികം അപമാനത്തിന് വിധേയൻ, മുസ്ലിം ലീഗുകാരനാണ് ഇത് ചെയ്തത് എന്നുള്ളതായിരുന്നു പ്രചാരണം. അതല്ല ഇപ്പോ വന്നിട്ടുള്ളത് DYFI പ്രവർത്തകനായിട്ടുള്ള അതും ഒരു അധ്യാപകൻ, കുട്ടികൾക്കും അതുപോലെ നാട്ടുകാർക്കും മാതൃകയാകേണ്ട ഒരു അധ്യാപകൻ തന്നെയാണ് ഈ കൊടും ചതി ചെയ്തത് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നതോടുകൂടി ഇപ്പൊ എന്റെ അന്വേഷണങ്ങളും പ്രതികരണങ്ങളും ഒക്കെ സ്തംഭിച്ചിരിക്കുക. അന്ന് എന്തായിരുന്നു ആവേശം? പ്രതിയെ തിരിച്ചറിയും മുമ്പേ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഇന്ന ആളാണെന്നങ്ങ് പാർട്ടികൾ തന്നെ അങ്ങ് കണ്ടെത്തുകയാണ്. അവർ തന്നെ FIR അങ്ങ് സമർപ്പിക്കുക. എന്തൊരു നീതിന്യായ വ്യവസ്ഥയാണിത്? ഇത് തിരിച്ചറിയാതെ കൊണ്ട് ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിൽ ഇങ്ങനെ രണ്ട് ചേരികളിലായിട്ട് ഇന്ന് പോരാടുന്നത് ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നിലയ്ക്ക്, അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മതങ്ങളിലും പെട്ട ആൾക്കാരുടെ പ്രൊപ്പോർഷൻ അനുപാതം നല്ല നിലയിലുള്ള ഒരു സംസ്ഥാനത്ത് എന്തെല്ലാം തരത്തിലുള്ള കൊടും പാതകങ്ങൾക്ക് ആ തമസിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വർഗീയ വൈരങ്ങൾക്കും ലഹളകൾക്കും ഇടയാവാറും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് രാഷ്ട്രീയക്കാർ പെരുമാറുന്നത്. ശൈലജ ടീച്ചറിന്റെ അന്നത്തെ വികാരമാണെന്ന് മനസ്സിലാവും. ഇപ്പൊ ശൈലജ ടീച്ചറിന് മനസ്സിലായിരുന്നു തന്റെ സൈബർ സംഘങ്ങളിൽ, തന്റെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സൈബർ സഖാക്കൾ തന്നെയാണ് അവിടെ തന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ആസൂത്രണമാണ്. ഇപ്പൊ ശൈലജ ടീച്ചർ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു, ഈ പരിപാടി വേണ്ടായിരുന്നു. കാഫിർ എന്ന് തന്നെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് ഒരു DYFIക്കാരൻ എന്ന് പറയാം, അദ്ദേഹം ഇപ്പോഴും നിഷേധിച്ചിരിക്കുകയാണ്. DYFI ഇപ്പൊ ഒരു എങ്ങും തൊടാതെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ താനത് കണ്ടിട്ടില്ല. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല, എല്ലാവരും പറഞ്ഞു ഒഴിയുകയാണ്. ഇപ്പോൾ പണ്ട് എന്തായിരുന്നു ആവേശം? കാഫിർ എന്നൊക്കെ വിളിക്കുന്നതിന്റെ, അതുപോലെ തന്നെ ചേരിയിരിഞ്ഞ് മത്സരിക്കുന്നതിന്റെ, അതങ്ങ് മുസ്ലിം ലീഗ് തെറ്റാനങ്ങ് ഉറപ്പിച്ച് പറയുന്നതിന്റെ. അപ്പൊ ഇതിപ്പോ സത്യം മറന്നുകൊണ്ടുള്ള നറേറ്റീവ്സിന്റെ കാലമാണ്. സത്യമെന്നൊന്നുമില്ല, മാധ്യമങ്ങളിലുമില്ല, രാഷ്ട്രീയക്കാരുടെ വായ്ത്താരികളിലുമില്ല. സത്യത്തിനെ കുഴിച്ചു മൂടിക്കൊണ്ടുള്ള നറേറ്റീവുകളാണ് നടക്കുന്നത്. ആ നറേറ്റീവിൽ ഇപ്പോ CPMന്റെ പങ്ക് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. കള്ളി വെളിച്ചത്തായിരിക്കുന്നു. ചെമ്പ് പുറത്ത് കണ്ടിരിക്കുന്നു, പൂച്ച പുറത്ത് ചാടിയിരിക്കുന്നു. ഇപ്പൊ മറുപടിയൊന്നുമില്ല അവർക്ക്. അത് അന്വേഷിക്കട്ടെ, തെളിവ് വരട്ടെ. ഇപ്പൊ അവസാനമായിട്ടുള്ളത് ഫോറൻസിക് എവിഡൻസ് മാത്രമാണ് ഇതിൽ വേണ്ടത്. ബാക്കി എല്ലാ സാഹചര്യങ്ങളും തെളിയിക്കുന്നത്
ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഒരു അധ്യാപകൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് ഡിവൈഎഫ്ഐ പറയുന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ഈ റബ്ബിഷ് ആയിട്ടുള്ള പോസ്റ്റ് വാസ്തവത്തിൽ നമ്മൾ അന്നേ തിരസ്കരിക്കേണ്ട ഒരു സംഭവമായിരുന്നു. ഇത് ഊതി വെറുപ്പിച്ച് ഇത്രയും വർഗീയ വൈരമായിട്ട് നടന്നപ്പോൾ പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദ മാസ്റ്ററും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തള്ളിപ്പറയാൻ കോൺഗ്രസിന് നേരെയായിരുന്നു ശ്രമം. കോൺഗ്രസ് ചെയ്തത് ഷാഫി പറമ്പിൽ നിന്ന് വളഞ്ഞിട്ട് ശ്രമം നടത്തിയായിരുന്നു. അതെ അതെ, വളഞ്ഞിട്ട് ആക്രമണം നടത്തിയ പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയൻ കേരള പോലീസാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെ അതെ, പോലീസ് തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്ന് CPI അത് ഫിക്സ് ചെയ്യുമായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനല്ലേ, അയാൾക്കുണ്ടായിരിക്കുന്ന മാനനഷ്ടത്തിന് ആര് സമാധാനം പറയും? അതിനെ തിരിച്ചു കിട്ടുമോ? അദ്ദേഹത്തെ ഒരു വർഗീയ വൈരിയായിട്ട് ആളുകൾ കണ്ടില്ലേ? വടകരയിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലാത്തതാണ്. വടകരയിലെ യുദ്ധമനസ്കരായിട്ടുള്ള ജനങ്ങൾ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നോക്കിയല്ല അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി മുസ്ലിം ലീഗുകാരെ പോലും ജയിപ്പിക്കുന്ന ഹിന്ദുക്കളും കൂടി ചേർന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ വർഗീയ വൈരങ്ങൾ തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു സ്ഥലത്തെ ഇങ്ങനെ കലുഷമാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് ദുരദൃഷ്ടമാണ്. കേരളത്തിന് അപകടമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ വർഗീയ വൈരം പ്രചരിപ്പിക്കുന്നത് ഈ CPM-ഉം രണ്ടാം പ്രതിയായിട്ടുള്ളത് കോൺഗ്രസുമാണ്. BJP-യെ വർഗീയ ശക്തി എന്നവർ പറയുന്നത് വെറും പാഴ്വാക്കാണ്. അവരിവിടെ വർഗീയ വൈരമൊന്നും സൃഷ്ടിക്കുന്നില്ല. പണ്ടുണ്ടായിരുന്നു വർഗീയ വൈരത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ. ഇപ്പോഴങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇത് പ്രകടിപ്പിക്കുന്നതും CPM ഒന്നാം പ്രതിയും കോൺഗ്രസ് രണ്ടാം പ്രതിയുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് വടകര ചൂണ്ടിക്കാണിക്കുന്നത്.